ഈ വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സിമ്പിളായിട്ടൊരു റീസൺ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വല്ല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 പുതിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതിനെ വിളിക്കുന്ന പേര് റൈറ്റ്സ് എന്നും ഇൻവൈറ്റ് എന്നുമാണ്. ഈ റൈറ്റ്സും ഇൻവൈറ്റും ഓൾമോസ്റ്റ് അതിന് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റൈറ്റ്സും ഇൻവൈറ്റും ഒരേ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സിമിലാരിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് റൈറ്റ്സ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ റൈറ്റ്സ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ ഒരു കാര്യം മനസ്സിലാവും, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയൽ എസ്റ്റേറ്റ് രൂപത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ റൈറ്റ്സിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ റൈറ്റ്സിൻ്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാൾ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇപ്പം ആ ഒരാൾ ഞാനൊരു സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ സ്ഥലത്തിൻ്റെ വില 100 കോടി രൂപയാണ്. ആ സ്ഥലം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ആ അപ്പാർട്ട്മെൻറ്റ് ഞാൻ 100 കോടി രൂപയ്ക്കാണ് മേടിച്ചേക്കണത്. അങ്ങനെ കുറച്ച് കാലമൊക്കെ ഞാൻ ആ അപ്പാർട്ട്മെൻറ്റ് കൊണ്ടു നടന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കത് വിൽക്കണം എന്ന് തോന്നി. ഇപ്പോൾ 100 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അപ്പോൾ അത് 100 കോടി രൂപ തന്നിട്ട് മേടിക്കാൻ അധികം ആൾക്കാരും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ എനിക്ക് സെല്ലേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ ഒരു പോയിന്റിൽ ഞാൻ എന്താണ് ചെയ്യുക? അവിടെയാണ് ഈ റൈറ്റ്സിൻ്റെ റോള് വരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിനെ, ഈ 100 കോടി രൂപയുള്ള ഫ്ലാറ്റിനെ ഞാനൊരു ട്രസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ കൂട്ടിക്കോ. ട്രസ്റ്റ് എന്നുള്ള പേര് കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഒരു കുറേ അധികം ഫണ്ട് ഓൾറെഡി കയ്യിലുള്ള ഒരു ഓർഗനൈസേഷന് ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റ് വിൽക്കുകയാണ് ചെയ്യുന്നത്. അവരെൻ്റെ കയ്യിൽ നിന്ന് 100 കോടി രൂപ എന്ന് ഇത് മേടിച്ചു. അങ്ങനെ ഈ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫ്ലാറ്റ് മേടിച്ചു. അപ്പോൾ ഇപ്പം അതിൻ്റെ ഓണർഷിപ്പ് അവരുടെ പേരിലാണ്. ഇനി അടുത്തതായിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലാറ്റ് എന്തായാലും ഒന്നിച്ച് അവർക്കും വിൽക്കാനായിട്ട് പറ്റില്ല. 100 കോടി രൂപയുണ്ട്. അപ്പോൾ എളുപ്പമല്ല ബയ്യേഴ്സിനെ കിട്ടാന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ഓരോ റൂമുകൾ ഓരോരുത്തർക്ക് വിൽക്കും. അപ്പോൾ അത് ചെറിയ എമൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂമിന് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിന് ചിലപ്പോൾ 1 കോടി രൂപയായിരിക്കും. അപ്പോൾ 1 കോടി എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ്ലി ഇൻഡിവിജ്വൽസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് കുറേ പേര് മേടിക്കും. ആ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റുകൾ ഫുള്ള് ഫില്ലാവും. അപ്പോൾ അങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇത് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലാറ്റ് മേടിക്കുന്ന ആൾക്കാർ നിങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫ്ലാറ്റ് മേടിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഫ്ലാറ്റ് മേടിച്ചിട്ട് നിങ്ങൾ ആ ഫ്ലാറ്റിൽ താമസിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ആ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുക്കുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ഫ്ലാറ്റ് അവർ നിങ്ങൾക്ക് ഓരോ റൂമുകളായിട്ട് തരികയാണ്. അപ്പോൾ നിങ്ങൾ അത് റെൻറ്റിന് കൊടുക്കുക. റെൻറ്റിന് കൊടുത്താൽ എന്തുണ്ടാവുക? റെൻറ്റ് കിട്ടും. അത് നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ്, ഒരു ലാൻഡോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ മേടിച്ചിട്ട് ആ ബിൽഡിങ്ങിലെ റൂമുകൾ അവർ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ റെൻറ്റിനായിരിക്കും ഇത് കൊടുക്കുക. അപ്പോൾ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ റെൻറ്റ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിലെ ഇൻവെസ്റ്റേഴ്സായ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് റൈറ്റ്സ് എന്ന് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി തരാം. അപ്പോൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ സ്കൈലൈന് വിചാരിക്കുക. സ്കൈലൈൻ എന്നുള്ള കമ്പനീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരിങ്ങനെ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടാക്കുകയാണ് അവരുടെ ജോലി. അപ്പോൾ ഈ സ്കൈലൈനാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അവിടെ നിന്ന് നിങ്ങൾ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പോൾ ആ ഫ്ലാറ്റ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ അവിടെ താമസിക്കാണ്ട് നിങ്ങളത് റെൻറ്റിന് കൊടുത്തു. അപ്പോൾ ഈ റെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്കാണ് ആ കാശ് വരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റും നടക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിക്കാവുന്ന പോലെ തന്നെ ഏതൊരു പീസ് ഓഫ് റിയൽ എസ്റ്റേറ്റും ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവർ ഈ കാശ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ 1 കോടി രൂപയോ 2 കോടി രൂപയോ 50 ലക്ഷം രൂപയൊക്കെ ചിലവ് വരും. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ചിലവും വരുന്നില്ല. ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ഷെയറുകളാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഈ ഷെയർ മേടിക്കാമെന്ന് കേൾക്കുമ്പോൾ ഇതൊരു ഇക്വിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അല്ല, ഇത് ഇക്വിറ്റിയിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി പറയണമെന്നുണ്ടെങ്കിൽ ഇത് മോർ ടുവേർഡ്സ് ഡെറ്റാണ്. ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ലാൻഡോ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ബിൽഡിങ്ങോ ആണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മളത് ഇക്വിറ്റി രൂപേണയാണ് മേടിക്കുന്നത് എന്ന് ഉണ്ടെങ്കിലും അതൊരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷെയറുകൾ നിങ്ങൾക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ട്. അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇതിൻ്റെ ഷെയറുകൾ മേടിക്കാം. അപ്പോൾ നമ്മളിവിടെ ഷെയറുകൾ മേടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 9 to 10% നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഡിവിഡൻഡ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഡിവിഡൻഡ് നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ ഇന്ത്യയിൽ മെയിൻലി 3 റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളാണുള്ളത്. ഒരെണ്ണം മൈൻഡ് സ്പേസ്, വേറൊരെണ്ണം ബ്രൂക്ക്ഫീൽഡ് ഇൻഡസ്ട്രീസ്, പിന്നെ മൂന്നാമതായിട്ടുള്ളത് എംബസി.
അപ്പോൾ ഈ 3 കമ്പനികളാണ് നമ്മുടെ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ. അപ്പോൾ ഈ 3 പേരുകൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഷെയറുകൾ അവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഷെയർ മേടിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ഷെയറിന് ചിലപ്പോൾ ഒരു 200-300 രൂപയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ഷെയർ മേടിക്കുകയാണ്. ഈ ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡിവിഡൻ്റാണ്. അല്ലാണ്ട് ഷെയറിൻ്റെ പ്രൈസിന് കാര്യമായിട്ടുള്ള അപ്രിസിയേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. പറ്റും എങ്ങാലും ഇപ്പോൾ ആ ലാൻഡിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻ്റാണ് എല്ലാ വർഷവും, അല്ലെങ്കിൽ 6 മാസത്തിലോ അല്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ബാങ്ക് എഫ് ഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും മ്യൂച്വൽ ഫണ്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ പോയിട്ട് ഒരു ഡെറ്റ് സ്കീമിൽ നിങ്ങൾ കാശിട്ട് കഴിഞ്ഞാലും അവർ പ്രോമിസ് ചെയ്യുന്നതും ഒരു 8-10% ഇവിടെ നിങ്ങൾക്ക് 10% മിനിമം നിങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടും. ചിലപ്പോൾ അതിന് മുകളിലേക്കും പോകും, ചിലപ്പോൾ 10-ന് മേലേക്കും നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് റൈറ്റ്സ്. ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ റൈറ്റ്സ് വഴി നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് ഇൻവൈറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ്സും ഇൻവൈറ്റും ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന്. അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. മുമ്പത്തേത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. ഇപ്പോൾ മുമ്പത്തെ എക്സാമ്പിൾ അല്ലെങ്കിൽ റൈറ്റ്സിൽ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ആണ്, അതായത് ഒരു ബിൽഡിങ്ങോ ഒരു ലാൻഡോ ആണ് റൈറ്റ്സിലെ അണ്ടർലൈങ് അസറ്റ്. അതേസമയം ഇവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അഥവാ ഇൻവൈറ്റിൽ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക്. ഒരു റോഡ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ റോഡ് ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ റോഡ് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് റോഡാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ പ്രൈവറ്റ് റോഡ് പണിയുന്ന ആൾ ഈ പണിത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചിലവ് എങ്ങനെയാണ് റീകൂപ്പ് ചെയ്യുക? അയാൾ ടോളുകൾ വെക്കും, അല്ലേ? അങ്ങനെയാണ്. നിങ്ങൾ ടോൾ റോഡുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോളുകൾ പിരിച്ചിട്ടാണ് അദ്ദേഹം ഈ റോഡ് പണിയാനായിട്ട് ഇറക്കിയ കാശ് അവർ റീകൂപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ ബാംഗ്ലൂർ നൈസ് റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്. അപ്പോൾ ഈ നൈസ് റോഡ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെയാണ് ഈ നൈസ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറെയും പേരിൽ പറയും, BMIC റോഡ് എന്ന് പറയും. ബാംഗ്ലൂരും മൈസൂരും ലിങ്ക് ചെയ്യിപ്പിക്കുന്ന റോഡാണ്. നല്ല സൂപ്പർ റോഡാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടം പോയി നോക്കണം. ബാംഗ്ലൂർ പോകണമെങ്കിൽ കിടിലൻ റോഡാണ്. അപ്പോൾ ആ റോഡ് ഒരു പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ അവിടെ ടോള് പിരിച്ചിട്ടാണ് ഈ റോഡിനുള്ള ചിലവ് അവർ റീകൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡ് വിൽക്കാനായിട്ട് പോകണമെന്ന് വിചാരിക്കുക. ഈ റോഡിൻ്റെ ചിലവ് വരുന്നത് വീണ്ടും 100 കോടി രൂപയാണ് ഈ റോഡ് പണിയാൻ ചിലവ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 100 കോടിക്ക് ഇത് റോഡ് മേടിക്കാനായിട്ട് ആരും ഇല്ലാണ്ടാവുമ്പോൾ ഈ റോഡിൻ്റെ ഉടമസ്ഥൻ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ ഒരു ട്രസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കും. നേരത്തെ പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഈ ഓർഗനൈസേഷൻ 100 കോടി കൊടുത്തിട്ട് ഇയാളുടെ ഈ റോഡ് മേടിക്കും. എന്നിട്ട് ഈ റോഡിനെ കുറേ സെക്ഷൻസ് ആക്കിയിട്ട് ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് വിൽക്കും. അപ്പോൾ എനിക്കിപ്പോൾ ആ റോഡിൽ ഒരു ഷെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ കൊടുത്ത് എനിക്ക് ആ റോഡിലൊരു ഷെയർ കിട്ടും. അപ്പോൾ കാരണം 100 കോടിയുടെ റോഡാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ കുറേ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ 1000 രൂപ കൊടുത്ത് ഞാൻ ആ റോഡിൻ്റെ ഒരു ഭാഗം മേടിച്ച പോലെയാണ് ആവുക. അത് കഴിഞ്ഞിട്ട് ആ റോഡിന് ടോൾ പിരിക്കില്ലേ, ആ ടോളിൽ ഒരു പോർഷൻ എനിക്കും കിട്ടും. ഒരു ഡിവിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. നേരത്തെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിനും ഡിവിഡൻ്റാണ്, ഇവിടെയും ഡിവിഡൻ്റാണ്. അപ്പം ഇവിടെയും ഡിവിഡൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 10% ചുറ്റുവട്ടത്തൊക്കെയാണ്. അതിൻ്റെ മുകളിലേക്കും പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ മൈൻഡ് സ്പേസ് ഒരു വട്ടം 20% ഡിവിഡൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻവൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പവർ ഗ്രിഡ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയ് 3 പവർ ഗ്രിഡിൻ്റെ IPO ഇൻവൈറ്റിൻ്റെ IPO ആയിരുന്നു, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെയും എങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ പവർ ഗ്രിഡ് ഒരു എനർജി ട്രാൻസ്മിഷൻ കമ്പനിയാണ്. അപ്പോൾ അവരൊരു ഇൻഫ്രാസ്ട്രക്ചർ പണിത് വെച്ചിട്ടുണ്ട്. കുറേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ ബോർഡുകളും അല്ലെങ്കിൽ കുറേ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം അവർ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് മേടിക്കാൻ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് അധികം കാശില്ല. അപ്പോൾ ഞാനൊരു 10,000 രൂപ കൊടുത്തിട്ട് അതിൻ്റെ ഒരു പാർട്ട് മേടിക്കുകയാണ് ഈ ഇൻവൈറ്റ് സിസ്റ്റത്തിലൂടെ. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പവറിൻ്റെ കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 1% നമുക്ക് തരും. അപ്പോൾ ഈ സെബിയുടെ റൂള് പ്രകാരം അവർക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 90% മിനിമം അവർ ഡിവിഡൻ്റ് ആയിട്ട് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ അവർ ഒരു വർഷം ഒരു 50 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. 50 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലവർ 45 കോടി രൂപ ഡിവിഡൻ്റ് ആയിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്നല്ല ശരിക്കും പറയുക, യൂണിറ്റ് ഹോൾഡേഴ്സ് എന്നാണ് ഇവരെ പറയുക. കാരണം നമ്മൾ ആക്ച്വലി ഷെയർ അല്ല മേടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഷെയർ രൂപേണ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ അതിന് ഷെയർ ആയിട്ടാണ് മേടിക്കുക, പക്ഷേ ആക്ച്വലി അതൊരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മനസ്സിലാക്കിയില്ലെങ്കിലും
ഇതാണ് ഇതിൻ്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഷെയർ രൂപേണ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ മേടിക്കുന്ന പോലെ മേടിക്കും. പക്ഷെ നിങ്ങൾ ആക്ച്വലി ഓൺ ചെയ്യുന്നത് എന്താണ്? ആ ഒരു കമ്പനിയുടെ ശരിക്കുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെയാണ് നിങ്ങൾ ഓൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ റൈറ്റ്സും ഇൻവൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റൈറ്റ്സും ഇൻവൈറ്റും ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുമാണ്. നമ്മളിത് മേടിക്കുന്നത് ഇതിൻ്റെ ഡിവിഡൻഡ് കിട്ടാനുമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ്സിലെ അണ്ടർലൈങ് അസറ്റ് ഒരു റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റിലെ അണ്ടർലൈങ് അസറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മളെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നതിന് പകരം നമ്മളെ കമ്പനിയുടെ അവരുടെ ശരിക്കും കോർ പ്രിൻസിപ്പിൾ, അവരുടെ അണ്ടർലൈങ് അസറ്റിനെ തന്നെയാണ് നമ്മൾ മേടിക്കുന്നത് ഇവിടെ. അപ്പോൾ അതാണ് ഈ റൈറ്റ്സും ഇൻവൈറ്റും. അപ്പോൾ രണ്ടും നമ്മൾ മേടിക്കുന്നത് ഡിവിഡൻഡ് കിട്ടാനായിട്ടാണ്. ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അറിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോയാലും മുകളിലേക്ക് പോയാലും അതിനനുസരിച്ച് നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടാവും. അതേസമയം ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് നമുക്ക് ഷുവർ ഷോട്ടാണ്. ഡിവിഡൻഡ് എല്ലാ വർഷവും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് രൂപേണ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയർ രൂപേണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോയാലും നമുക്ക് അവിടെ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഷെയറിൻ്റെ പ്രൈസ് അങ്ങനെ താഴേക്ക് പോവില്ല. കാരണം ഇതൊരു പീസ് ഓഫ് ലാൻഡും അതുമാതിരി തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചറുമാണ്. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ റൈറ്റ്സും ഇൻവൈറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലേക്ക് അധികം കടക്കാൻ താല്പര്യമില്ല, എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൈറ്റ്സിൻ്റെ ഷെയറുകളും ഇൻവൈറ്റിൻ്റെ ഷെയറും മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ റൈറ്റ്സ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. മൈൻഡ് സ്പേസ്, ബ്രൂക്ക് ഫീൽഡ്, എംബസി, ഈ 3 കമ്പനികളാണ് റൈറ്റ്സ് ഇന്ത്യയിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ കുറേ കൂടി പുതിയ കോൺസെപ്റ്റാണ്. ഇപ്പോൾ US മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 225 റൈറ്റ്സിൻ്റെ ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതേസമയം 3 എണ്ണമുള്ളൂ. അപ്പോൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ റൈറ്റ്സും ഇൻവൈറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.